ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. LDC LGS പരീക്ഷകൾക്ക് ഉപകരിക്കുന്ന GK ആൻഡ് സയൻസ് വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് ഈ വർഷത്തെ, അതായത് 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം. എല്ലാ വർഷവും ഒക്ടോബറിൽ ലോകാരോഗ്യ ഉച്ചകോടി അരങ്ങേറുന്ന നഗരമേത്? എല്ലാ വർഷവും ഒക്ടോബറിലാണ് ലോകാരോഗ്യ ഉച്ചകോടി അരങ്ങേറുന്നത്. അത് ബെർലിനിൽ വെച്ചാണ്. ബെർലിൻ. 6ാമത് ലോക ദുരന്ത നിവാരണ കോൺഗ്രസ്സിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഏത്? 6ാമത് ലോക ദുരന്ത നിവാരണ കോൺഗ്രസ്സിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപമെടുത്ത ചുഴലിക്കാറ്റേത്? 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ്. തേജ്. 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1ാം സ്ഥാനത്തെത്തിയ ജില്ല ഏത്? പാലക്കാട്. ഏതാനും വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ പേരുകൾ ചുവടെ നൽകുന്നു. പുനലൂർ സോമരാജൻ, ഡോക്ടർ PV ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ. ഇവരിൽ 2023 കേരളശ്രീ പുരസ്കാര ജേതാക്കൾ ആരെല്ലാം? ഇവരെല്ലാവരും 2023 കേരളശ്രീ പുരസ്കാര ജേതാക്കളാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ D. എല്ലാം ശരിയാണ്. മലയാളത്തിലെ ഏത് പ്രമുഖ സാഹിത്യകാരൻ്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ? അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്നത് സേതുവിൻ്റെ ആത്മകഥയാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പലേത്? വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഷെൻഹുവ 15. ഷെൻഹുവ 15. 4ാമത് ഏഷ്യൻ പാരാ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ 1ാമതെത്തിയ രാജ്യമേത്? 4ാമത് ഏഷ്യൻ പാരാ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ 1ാമതെത്തിയത് ചൈനയാണ്. ചൈന. 2023 സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ മികച്ച വകുപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? 2023 സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ മികച്ച വകുപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പ്. സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പ്. ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ കലക്ട്രേറ്റ് ഏത്? ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ കലക്ട്രേറ്റാണ് കോട്ടയം. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട് ചർച്ചയായ പദമാണ് ബാസ്ബോൾ? ബാസ്ബോൾ. ക്രിക്കറ്റ്. 2023 വേൾഡ് ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരമേത്? 2023 വേൾഡ് ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ബംഗളൂരു. ആരുടെ 200ാമത്തെ പുസ്തകമാണ് വാമൻ വൃക്ഷകല? വാമൻ വൃക്ഷകല PS ശ്രീധരൻ പിള്ളയുടെ പുസ്തകമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെപ്പറ്റി ശരിയായ പ്രസ്താവന ഏത്? 2019 35ാം നിയമം എന്നതാണ് ശരിയായ പ്രസ്താവന. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ജില്ലാതല മിഷൻ്റെ അധ്യക്ഷനാര്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ജില്ലാതല മിഷൻ്റെ അധ്യക്ഷൻ
ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ. ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ. സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ ഗണത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഭൂരഹിതർക്കായുള്ള ദേശീയ പെൻഷൻ. ഭൂരഹിതർക്കായുള്ള ദേശീയ പെൻഷനാണ് സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ ഗണത്തിൽ ഉൾപ്പെടാത്തത്. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം ഏത് പ്രായത്തിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശമാണ് പ്രതിപാദിക്കുന്നത്? 6 മുതൽ 14 വയസ്സുവരെ. 6 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശമാണ് കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം പ്രതിപാദിക്കുന്നത്. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സിമ എന്ന് വിളിക്കപ്പെടുന്നത് ഏത്? സിമ എന്ന് വിളിക്കപ്പെടുന്നത് സമുദ്ര ഭൂവൽക്കം. സമുദ്ര ഭൂവൽക്കം. ധരാതലീയ ഭൂപടങ്ങളെപ്പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നു. കറക്റ്റാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ സവിശേഷതകളെ വിശദമായി ചിത്രീകരിക്കുന്നു. കറക്റ്റാണ്. ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി തുടങ്ങിയവയെപ്പറ്റി സൂക്ഷ്മമായ വിവരങ്ങൾ ചിത്രീകരിക്കുന്നു. അതും കറക്റ്റാണ്. ഭൂനികുതി കണക്കാക്കാനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു. അത് കറക്റ്റല്ല. ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. സോഡിയം, പൊട്ടാസ്യം എന്നീ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? സോഡിയം, പൊട്ടാസ്യം എന്നീ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ. കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയിൽ കാർബൺ ഓക്സിജൻ ആറ്റങ്ങളുടെ അനുപാതം ഏത്? 1:2. 1:2. ബ്രോൺസ് അഥവാ ഓട് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? കോപ്പർ, ടിൻ. കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും സങ്കരമാണ് ബ്രോൺസ്. 1-ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം അല്ലാത്തതേത്? 1-ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമല്ലാത്തത് ചവണയാണ്. ചവണ. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുകയും കൂടുതൽ വിസ്തൃതി ദൃശ്യമാവുകയും ചെയ്യുന്ന ദർപ്പണമേത്? വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുകയും കൂടുതൽ വിസ്തൃതി ദൃശ്യമാവുകയും ചെയ്യുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. കോൺവെക്സ് ദർപ്പണം. കത്തുന്ന അടുപ്പിൻ്റെ വശത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് ഏതിനം താപപ്രേഷണത്തിന് ഉദാഹരണമാണ്? കത്തുന്ന അടുപ്പിൻ്റെ വശത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് വികിരണം മൂലമാണ്. വികിരണം. ശരീരത്തെ അണുബാധയിൽ നിന്ന് രക്ഷിക്കുന്ന രോഗപ്രതിരോധശേഷി ആരോഗ്യകരമായ ടിഷ്യൂകളെ ആക്രമിക്കുന്ന സ്വയം രോഗപ്രതിരോധ രോഗമേത്? ശരീരത്തെ അണുബാധയിൽ നിന്ന് രക്ഷിക്കുന്ന രോഗപ്രതിരോധശേഷി ആരോഗ്യകരമായ ടിഷ്യൂകളെ ആക്രമിക്കുന്ന സ്വയം രോഗപ്രതിരോധ രോഗമേത്? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ജനനി സുരക്ഷാ യോജനയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാനുള്ള പദ്ധതി. കറക്റ്റാണ്. BPL കുടുംബങ്ങളിലെ 19 വയസ്സിന് മുകളിലുള്ള ഗർഭിണികൾ ഗുണഭോക്താക്കൾ. അതും കറക്റ്റാണ്. 30 ദിവസം വരെയുള്ള നവജാത ശിശുക്കളും പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. അത് കറക്റ്റല്ല. അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ
ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. 2023 ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? കമ്മ്യൂണിറ്റികൾ നയിക്കട്ടെ എന്നതായിരുന്നു 2023 ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം. 2023 നടന്ന ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിലെ ജേതാക്കൾ ആര്? 2023 നടന്ന ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിലെ ജേതാക്കളാണ് ജർമ്മനി. യുനെസ്കോ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ നൃത്തമേത്? യുനെസ്കോ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ നൃത്തമാണ് ഗർഭ. പ്രഥമ ആണവോർജ ഉച്ചകോടി നടന്നതെവിടെ? പ്രഥമ ആണവോർജ ഉച്ചകോടി നടന്നത് ബ്രസൽസിലാണ്. പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ ബിൽ പ്രകാരം ലോക്സഭയിലെ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്കായി സംവരണം ചെയ്യുന്നത്? വനിതാ സംവരണ ബിൽ പ്രകാരം ലോക്സഭയിലെ 33% സീറ്റുകളാണ് വനിതകൾക്കായി സംവരണം ചെയ്യുന്നത്. 33% സീറ്റുകൾ. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM വിശ്വകർമ്മ പദ്ധതി ഏത് വിഭാഗത്തിനുള്ളതാണ്? പരമ്പരാഗത കൈത്തൊഴിലെടുക്കുന്നവർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരനഗരമേത്? ഇന്ത്യയിലെ ആദ്യത്തെ സൗരനഗരമാണ് സാഞ്ചി. ചിഹ്നഗ്രഹത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ ശേഖരിച്ച് വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ദൗത്യമേത്? ചിഹ്നഗ്രഹത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ ശേഖരിച്ച് വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ദൗത്യമാണ് ഒസിരിസ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനത്തെപ്പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവനാര്? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനത്തെപ്പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവനാണ് രാംനാഥ് കോവിന്ദ്. വലുപ്പത്തിൽ 1-ാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല ഏത്? ഇടുക്കി. വലുപ്പത്തിൽ 1-ാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. ആലുവയിൽ വെച്ച് മംഗലപ്പുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന നദി ഏത്? ആലുവയിൽ വെച്ച് മംഗലപ്പുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന നദിയാണ് പെരിയാർ. വസ്തു ഒരു തുലനസ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു? വസ്തു ഒരു തുലനസ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു? ദോലനം. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയേത്? തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ലോഹനിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന വാതകമേത്? ലോഹനിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്.
ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം ഉപയുക്തമാക്കുന്ന വൈദ്യശാസ്ത്ര ഉപകരണമേത്? ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം ഉപയുക്തമാക്കുന്ന വൈദ്യശാസ്ത്ര ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ്. കണ്ണുകൾ, വൃക്കകൾ എന്നിവയെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയേത്? കണ്ണുകൾ, വൃക്കകൾ എന്നിവയെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ് നാരുകല. നാരുകല. ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവിബന്ധമേത്? ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവിബന്ധമാണ് കമൻസലിസം. കമൻസലിസം. സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ ചെയർമാനാര്? സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ ചെയർമാൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ആരംഭിച്ചത് എന്ന്? 2018 സെപ്റ്റംബർ 23. ആയുഷ്മാൻ ഭാരത് ആരംഭിച്ചത് 2018 സെപ്റ്റംബർ 23.